everyone, welcome to CUET tutorial. Here a topic on quantitative aptitude compound interest. ഇവിടെ ഞാൻ 1,000 രൂപ 10% പലിശയ്ക്ക് 2 വർഷത്തേക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. എനിക്ക് ഫസ്റ്റ് ഇയർ എനിക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് 1000ന്റെ 10%, അതായത് 100 rupees ആയിരിക്കും. ഇത് സാധാരണ പലിശയുടെ കേസാണ്. ഇനി സെക്കൻഡ് ഇയർ എനിക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് 100 rupees തന്നെയായിരിക്കും. ഇനി 2 വർഷം കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന പലിശ 200 രൂപയായിരിക്കും. ദാറ്റ് ഈസ് 100 + 100 വിച്ച് ഇസ് ഈക്വൽ ടു 200. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസ്, ഫസ്റ്റ് ഇയർ എനിക്ക് കിട്ടുന്ന പലിശ 100 rupees ആയിരിക്കും. സെക്കൻഡ് ഇയർ എനിക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് ഈ 100 rupeesന്റെ കൂടെ 100 rupeesന്റെ 10% കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരും. അതായത് കൂട്ടുപലിശ എന്ന് പറയും. പലിശയുടെ പലിശയും കൂടെ ആഡ് ചെയ്ത് വരും. അതായത് 100 + 10 വിച്ച് ഇസ് ഈക്വൽ ടു 110. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആഫ്റ്റർ 2 years എന്ന് പറയുന്നത് 210 rupees ആയിരിക്കും. ഇനി എമൗണ്ട് നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? എമൗണ്ട് ആഫ്റ്റർ 2 years ആണെങ്കിൽ 1000 + 210 which is equal to 1210 rupees ആയിരിക്കും നമുക്ക് 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഫോർമുല ഉപയോഗിച്ചുകൂടി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് A is equal to P into 1 + R/100 whole raised to n. ഇവിടെ A is equal to amount after n years ആയിരിക്കും. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ലോൺ എടുക്കുകയോ ചെയ്യുന്ന എമൗണ്ട് ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റ് ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ളത്. n is equal to number of years. എത്ര വർഷം കഴിഞ്ഞായിരിക്കും നമുക്ക് അത് എടുക്കാൻ പറ്റുക, എത്ര വർഷം കഴിഞ്ഞുള്ള പലിശയായിരിക്കും എന്നുള്ളതായിരിക്കും. ഇനി ഹാഫ് ഇയറിലേക്ക്, ചില ബാങ്കുകളിൽ ഹാഫ് ഇയറിലേക്കായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ എമൗണ്ട് ആഫ്റ്റർ n years എന്ന് പറയുന്നത് A is equal to P into 1 + R/100 whole raised to 2n. ഇനി ക്വാർട്ടർലി ആണെങ്കിൽ എമൗണ്ട് ആഫ്റ്റർ n years എന്ന് പറയുന്നത് P into 1 + R/100 whole raised to 4n ആയിരിക്കും. താങ്ക് യു.